ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാർ. അപ്പോൾ ഇറ്റ്സ് മൈ വർക്കിംഗ് ഡ്രസ്. ഞാൻ സ്ക്രാപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദാൻ സോ മെനി ഗൈസ് don't know or doesn't know about what's scrap. It's rubbers, so you know what I tell you. ആ റബ്ബറിൽ നിന്ന് വരുന്ന ചിരട്ടയിൽ വരുന്ന ബാക്കി അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഹെൽപ്പർ രണ്ട് ആളുകളുണ്ട്. ഇറ്റ്സ് മൈ ഓൺ എസ്റ്റേറ്റ്. എനിവേ, അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വളരെ പെട്ടെന്ന് തന്നെ, വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളം. വീണ്ടും ഞാൻ പറയുകയാണ്, ഹിന്ദി ആൻഡ് മലയാളം പല രാജ്യങ്ങളിലേക്ക് ആവശ്യമാണ്, ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ. യു നോ, ദാറ്റ്സ് വൈ ഐ ആം ടീച്ചിങ് ഹിന്ദി ആൻഡ് മലയാളം. അപ്പോൾ നമ്മൾ കുറേ വേർഡുകൾ ഇങ്ങനെ പഠിച്ചു. ഇനിയും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവുക. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നീച്ചെ പറഞ്ഞു അല്ലേ, താഴെ എന്നൊക്കെ പറഞ്ഞു, അണ്ടോ. ദെൻ റോഡ് പറഞ്ഞു, സെയിം റോഡ്, ഗാഡി അല്ലേ, വെഹിക്കിൾ, വാഹനം എന്ന് പറയുന്നു. ക്യാബ് എന്നൊക്കെ പറയും ഇൻ അമേരിക്കൻ ഇംഗ്ലീഷ്. എനിവേ, അതുപോലെ പിന്നെ കുട്ടി അല്ലെ, വിദ്യാർത്ഥി, സ്റ്റുഡൻറ്റ്, ഛാത്ര ഹിന്ദി അതിൽ അങ്ങനെ പോണു. പിന്നെ നമ്മൾ പറയാം പരിവാർ, കുടുംബം, ഫാമിലി. ദെൻ എന്തു പറയാം നമുക്കിനി, മൈതാൻ പറഞ്ഞു അല്ലേ, മൈതാനം, ഗ്രൗണ്ട്, പ്ലെയർ, ഖിലാടി. വീണ്ടും ആവർത്തിക്കട്ടെ, അതൊക്കെ പറഞ്ഞതാണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കാം. മാസ്റ്റർ, അധ്യാപക് അല്ലേ, അധ്യാപകൻ എന്നൊക്കെ പറയാം. അതുപോലെ പിന്നെ എന്തു പറയാം നമുക്ക്, ഇതുപോലെയുള്ള കാര്യങ്ങൾ. ദുഖാൻ, ഷോപ്പ് കീപ്പർ അല്ലേ, മർച്ചൻ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ കടക്കാരൻ അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ. അതുപോലെ നമ്മൾ സ്ട്രീറ്റ് വെഞ്ചർ എന്നൊക്കെ പറയും, അതായത് വഴി വാണിഭക്കാരൻ എന്നൊക്കെ പറയാം അല്ലേ. അതായത് പിന്നെ സ്ട്രീറ്റിൽ കച്ചവടം ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ സ്ട്രീറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്കെന്ത് പറയാം, ദുഖാൻ എന്ന് പറയട്ടോ, തന്നെ സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോയി നമുക്ക് ഇനി എവിടെ എത്താം, അങ്ങനെ പോയി അല്ലേ. പഹാഡൊക്കെ ഞാൻ പറഞ്ഞു, പഹാഡ്, ഹിൽ അല്ലേ, മല. പഹാഡ് മേം രക്തി ഹേ എന്ന് പറഞ്ഞാൽ മലയിലാണ് താമസിക്കുന്നത്. ഞാൻ മേം പഹാഡ് മേ രക്തി ഹു എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ മലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോണു അല്ലേ. ഐ ലിവ് ഓർ സ്റ്റേയിങ് ഇൻ ദി ഹിൽ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ നമുക്ക് മുന്നോട്ട് മെല്ലെ പോയിക്കൊണ്ട് ചൽത്തേ ചൽത്തേ രഹേ അങ്ങനെ പോവാം നമുക്ക് അല്ലേ. വേറെ ഒന്നുമില്ല, അത് വേഗം റിപ്പീറ്റ്. അപ്പോൾ വീണ്ടും അങ്ങനെ അല്ലേ. അപ്പോൾ അതുപോലെ എനിക്ക് ഇങ്ങനെ പറഞ്ഞല്ലേ, ഭസ്മം എന്നൊക്കെ പറയും അല്ലേ. ഭസ്മം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മളെന്തെന്നാണ് വാമലിയോൺ എന്നൊക്കെ പറയും ഹിന്ദി മേം, ഇംഗ്ലീഷ് में വാമലിയോൺ. हिंदी में मेरे को करेक्ट वर्ड नहीं मालते, नहीं मालूम. ഓക്കെ, എനിവേ, അപ്പോൾ എന്താ പറയുക, ഭസ്മം എന്നൊക്കെ പറയും. അപ്പോൾ ഭസ്മം എന്നൊക്കെ പറയുമ്പോൾ, ഭസ്മം പറയുമ്പോൾ ഒരു പാട്ട് ഓർമ്മ വരും കേട്ടോ, പഴയ പാട്ട്, യേശുദാസ്. തങ്ക് ഭസ്മ കൂറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച മുയമ്പെന്നു മുടക്കും ഞാൻ, തിരുവില്ല മലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർക്കുടൻ മുടയ്ക്കും ഞാൻ, വടക്കിനിത്തളത്തിൽ പൂജയെടുപ്പിന് വെളുപ്പാൻ നേരത്തു കണ്ടപ്പോൾ, മുറപ്പെണ്ണേ നിന്റെ പൂങ്കവിളുകൾ ഞാൻ ഹരിശ്രീ എഴുതിയതോർമ്മയില്ലേ, പ്രേമത്തിൻ ഹരിശ്രീ എഴുതിയതോർമ്മയില്ലേ, കുകുകു തങ്കഭസ്മം. അങ്ങനെ വായിച്ച. അപ്പോൾ അതങ്ങനെ പോകണോ, ഞാൻ കൂടുതൽ നിട്ടുന്നില്ല. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞു ഈ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുക. ഒന്നുകൂടി ഞാൻ എൻ്റെ ലിങ്കുകൾ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ചാനൽസ് യൂട്യൂബ് Step Up with English Prakash TK Menon. You must subscribe it, otherwise you can get the continuation of the classes and then share it maximum as you can. Okay, അപ്പോൾ पहले तो सब्सक्राइब करें मेरा लिंक इन यूट्यूब Step Up with English Prakash TK Menon. सब्सक्राइब करें, then share करो. Okay, then Facebook and Instagram Step Up with
English 108 108. Okay, following and share. Okay, then see you in my next video. Okay, then guys.